സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഏതൊരു വിപ്ലവവും ജനങ്ങളുടെ ആവശ്യവും ജനങ്ങളുടെ വിചാരങ്ങളും വികാരങ്ങളും വ്രണപ്പെടുമ്പോഴാണ് അതിന് തുടക്കം ഉണ്ടാകുന്നത്. ഭൂംകാൽ സമരം അല്ലെങ്കിൽ തെലങ്കാന സമരം അല്ലെങ്കിൽ തേഭാഗ സമരം, ഇത് ആരും മാർക്സിസം, മാവോയിസം, ലെനിനിസം ഇതൊന്നും പഠിച്ചിട്ടല്ല. അവരുടെ ആവശ്യങ്ങൾ ഭൂംകാൽ സമരം, ജൽ ജംഗൽ ജമീൻ, വെള്ളം, കാടുകൾ, ഞങ്ങളുടെ ഭൂമി, അതിനെ സംരക്ഷിക്കാൻ ഉള്ളതായിരുന്നു. അതേസമയം തെലങ്കാന അവരുടെ സംസ്കാരത്തിനും കൃഷി രീതികൾക്കും ഈ ജന്മികളുടെ എതിരായിട്ടുള്ള ഒരു വികാരമായിരുന്നു. തെഭാഗ സമരവും അതുപോലെ തന്നെ അടിമത്വത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് വടക്കൻ ബംഗാളിൽ, കിഴക്കൻ ബീഹാറിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഈ അടിമ കർഷകരുടെ ഇടയിൽ വിചാരങ്ങളും വികാരങ്ങളും മുന്നേറി വന്നു. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അന്ന് CPMലെ ഒരുപാട് സഖാക്കൾ, ചാരു മജുംദാർ അടക്കം 1946 മുതൽ ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബസ്തറിലെ കാര്യം അങ്ങനെയല്ല. ബസ്തറിൽ രാജാവിന് പ്രീവി പേഴ്സൊക്കെ കിട്ടിയിരുന്ന രാജാവിൻ്റെ അറിവില്ലാതെ നെഹ്റുവും അന്നത്തെ അവിടുത്തെ കൈലാഷ്നാഥ് കാഡ്യു എന്ന് പറഞ്ഞ ആളും മുഖ്യമന്ത്രിയും ആ ഖനികൾ ജപ്പാനിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഭൂംകാൽ സമരത്തിൻ്റെ ജനങ്ങൾക്ക്. രാജാവ് ആദിവാസികളുടെ ആളായിരുന്നു. അദ്ദേഹം അതിനെ എതിർത്തു. വളരെ സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റഡ്. അദ്ദേഹത്തിൻ്റെ പ്രിവ്യൂ പേഴ്സ് ഇല്ലാണ്ടാക്കി. അദ്ദേഹം എന്ത് ചെയ്തു? എലക്ഷന് നിന്നു. ബസ്തറിലെ 7 സീറ്റും അദ്ദേഹം നേടിയെടുത്തു. അദ്ദേഹം ശക്തി പ്രാപിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ നെഹ്റുവിന് അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ കൈലാഷ്നാഥ് കാഡ്യു ഇദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ ആംഡ് പോലീസ് കയറിച്ചെന്ന് ഇങ്ങോട്ട് രാജകൊട്ടാരത്തിലേക്ക് കയറിച്ചെന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ അദ്ദേഹത്തിനെ വെടിവെച്ച് വീഴ്ത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ബന്ധുക്കളെയും അവരുടെ അംഗരക്ഷകരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി. അപ്പോൾ എന്ത് തരത്തിലായാലും ഈ ഭൂമി ജപ്പാനിന് കൊടുക്കണം. അവരിവിടുത്തെ ഖനികൾ ഭൂമി തുരന്നുകൊണ്ട്, ഭൂമിയെ പിളർത്തിക്കൊണ്ട് അത് കൊണ്ടുപോകും. അന്ന് മാത്രമല്ല, അതിലേക്ക് ആവശ്യമുള്ള ശ്രമികരെ, ഇവരെ തന്നെ ആദിവാസികളെ ചൂഷണം ചെയ്യാനും അവർ തീരുമാനിച്ചു. 1966 ഇത് നടക്കുന്നത്. അന്ന് നക്സൽബാരിയോ അല്ലെങ്കിൽ മാവോയിസമോ അവിടെ ഒന്നുമില്ല. ഞാനിതെല്ലാം പറയുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇതുപോലത്തെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കയ്യൂർ സമരം ആയിക്കോട്ടെ, മറ്റേ സമരങ്ങളായിക്കോട്ടെ, അതിനൊക്കെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നല്ല പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച വളരെ തെറ്റായ, വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഭൂപ്രശ്നമില്ലേ? 18 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്.
മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്ന് നമ്മുടെ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ട് എന്തായി? ഒരു ഈഴവനോ അല്ലെങ്കിൽ കീഴാളർക്കോ ഭൂമി കിട്ടിയിട്ടില്ല. അതേസമയം ഈ ഇടത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ തന്നെ ആ ഭൂമി 47 തിരിച്ചെടുത്ത ഭൂമി രണ്ടാമത് പാട്ടത്തിന് കൊടുക്കുകയാണ്. ആർക്ക്? അതേ ബ്രിട്ടീഷുകാർക്ക്. യാതൊരു രേഖയും പ്രമാണവും ഇല്ല അവരുടെ കയ്യിൽ. ഉള്ളത് മുഴുവൻ കള്ള പ്രമാണവും ചമച്ച് ഉണ്ടാക്കിയ രേഖകളും, പിന്നെ ചില രേഖകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ ഉണ്ടാക്കിയത്. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഭൂമി ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമി പിടിച്ചെടുക്കണം. ആരുടെയായി ഈ ഭൂമിയൊക്കെ? പണ്ട് രാജാവ് ഇത് ബ്രിട്ടീഷുകാരന് കൊടുക്കുമ്പോൾ ആൾ താമസമില്ലാത്ത ഭൂമികളായിരുന്നില്ല. ആദിവാസികൾ അവിടെ ഉണ്ടായിരുന്നു, ദളിത്തുകൾ ഉണ്ടായിരുന്നു, വേറെ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരുപാട് സ്ഥാനീയ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആട്ടിപ്പായിച്ചിട്ടാണ് സായിപ്പന്മാർ അവിടെ തേയിലത്തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ഭൂമി ആർക്കാണ് കിട്ടേണ്ടത്? അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക്, ആദിവാസി, SC ST എല്ലാവരും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക്. ജനങ്ങൾ പലരും ഹിന്ദുക്കളായിരുന്നു, പലരും ക്രിസ്ത്യാനികളായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, പാവപ്പെട്ട വർഗ്ഗങ്ങൾ. പണക്കാരൊക്കെ പട്ടണങ്ങളിലാണല്ലോ താമസിക്കുക. അപ്പോൾ ഇന്നത്തെ പോലെയല്ല. ഇന്ന് കേരളം മൊത്തം ഒരു പട്ടണമായിരിക്കുകയാണ്. അപ്പോൾ അന്ന് താമസിച്ചിരുന്നത് ഭൂരിഭാഗം ജനങ്ങളും പാവപ്പെട്ടവരായിരുന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സോഷ്യലി ബാക്ക്വേർഡ്, മോസ്റ്റ് ബാക്ക്വേർഡ്, ആൻഡ് they were the genuine people to be known as downtrodden people. എന്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇത് കണക്കിലെടുത്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. 57 ഭൂമി കൊടുത്തു, ഒരു ഈഴവനും അല്ലെങ്കിൽ കീഴാളർക്കും ഭൂമി കൊടുത്തിട്ടില്ല. സവർണ ക്രിസ്ത്യാനികൾക്കും സവർണ ഹിന്ദുക്കൾക്കും ഭൂമി കിട്ടി. പിന്നെ അത് അവർക്ക് വിൽക്കാനുള്ള അവകാശവും കിട്ടി. അങ്ങനെയാണ് ഒരുപാട് നായർ സമുദായക്കാർ പണക്കാരായത്. അപ്പോൾ ഇതിനെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റുകൾ പോട്ടെ, നക്സൽ പാർട്ടികളും മാവോയിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ആൾക്കാരും ഇതിനൊക്കെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഓരോ സമരം ചെയ്യുന്നല്ലാണ്ട് മെയിൻ ഒരു ഉദ്ദേശമാക്കിയിട്ട് കേരളമൊട്ടാകെ ഇതിനൊരു സമര നേതൃത്വം കൊടുക്കാൻ അവരാകെ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? ഗീതാനന്ദനും ലാഹാഗോപാലനും ഒരുപാട് പേര് ഇതിന് ശ്രമിച്ചു. ചിലർ കമ്മ്യൂണിസ്റ്റുകാർ വേണ്ടെന്ന് പറഞ്ഞു, കൂടെ വരണ്ട എന്നും പറഞ്ഞു. അത് പോട്ടെ. പക്ഷേ ലാഹാഗോപാലിൻ്റെ സമരത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടി സർക്കാർ ഉപയോഗിച്ചത് CITU യൂണിയൻകാരെയാണ്. അവിടെയാണ് സങ്കടം വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കൂ അത്രയും നേരം.